ഇപ്പൊ ഞാൻ ഇന്നലത്തെ വ്ളോഗിലടക്കം ഞാൻ പറയുന്നുണ്ട്, ഇന്നലത്തെ വീഡിയോയിലടക്കം ഞാൻ പറയുന്നുണ്ട്, ഈ കഴുതിൽ പാട് കണ്ടോ? ഇത് മറ്റേ 2 ദിവസം മുന്നത്തെ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ട് കുറെ ആൾക്കാരെ കമന്റ്സ്, ഞാൻ കമന്റ്സ് കുറെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടോ തന്നെ. പിന്നെ അതുപോലെ തന്നെ എനിക്ക് കുറെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇതിനെ പറ്റിയിട്ട്, ഇത് പൊന്നൂസ് കടിച്ചാന്ന് അല്ല ഗൈസ്, ഇത് അതല്ല, ഇത് പാടാണ്. ഇത് പാട് കണ്ടോ? കടപ്പാട് അത് ഇത് എന്റെ പഴയ ഫോട്ടോസ് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് പാടാണ്, മീൻസ് ചെറുപ്പത്തിലുള്ളതാണ്. ഇത് ചെറുപ്പത്തിൽ എന്ത് കല്യാണം കഴിഞ്ഞോണ്ട് ഭാഗ്യം, കല്യാണം കഴിഞ്ഞില്ലെങ്കിൽ ആൾക്കാർ വേറെ തെറ്റിദ്ധരിച്ചാണ്. അത് ചെറുപ്പത്തിലുള്ളതാണ്. ഇത് നിങ്ങൾക്ക് എന്റെ പഴയ വീഡിയോ, അത് ഞാൻ യൂട്യൂബ് തുടങ്ങുമ്പോഴുള്ള വീഡിയോസ് എടുത്ത് നോക്കിയാൽ, അല്ലെങ്കിൽ ഞാൻ പഴയ ടിക്ടോക്ക് വീഡിയോസ് ഒക്കെ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പോസ്റ്റ് ആക്കിയിട്ടുണ്ട്. അതൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൽ ഈ സംഗതി ഉണ്ട്. ഇത് കണ്ടോ? ഇത് ഞാൻ പണ്ട് കടലിൽ വീണപ്പോ സ്രാവിന്റെ വാരി എത്തിയതാണ്. ഇത് കണ്ടോ? കണ്ടോ? ഇതുണ്ടോ? ശരിക്കും അതന്നെയാണ് സത്യമാണ്. ഞാൻ നമ്മൾ കള്ളം പറയാം, അല്ലെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞാലും ആരും വിശ്വസിക്കുന്നില്ല. അപ്പൊ അതിന്റെ ഇടയ്ക്കുള്ള കയറ്റിക്കൊണ്ട് കൂടെ നമ്മളെ പ്രവീൺ പ്രണവ് എന്നുള്ള ചാനലിൽ അവര് എന്താ ഇഷ്യൂ നടക്കണ്ടായി, നമുക്ക് യാതൊരു ബന്ധമുണ്ട് കൈസ്. അവർ ഞാൻ അവരായിട്ട് കോൺടാക്ട് പോലും കൂടി ഇല്ല. പ്രവീണായിട്ടില്ല, എന്റെ പ്രൊമോഷന്റെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും പൊന്നു സംസാരിക്കാൻ നമ്മൾ വേറെ യാതൊരു ബന്ധമില്ല. അതിൽ നമുക്ക് കുറെ മെസ്സേജ് വരുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഇന്നലെ മിഞ്ഞാന്നൊക്കെ ഇതുപോലെ കുറെ പേര് മെസ്സേജ് ഉണ്ടായിരുന്നു, സുജന അതിനെപ്പറ്റി വല്ലതും അറിയോ, അവരായിട്ട് കോൺടാക്ട് ഉണ്ടോ, എന്താ തമ്മിലുള്ള ഇഷ്യൂ. ഞാൻ ഇന്നലെയാണ് അവരെ വീഡിയോസ് ഇരുന്നിട്ട് ഞാൻ കാണുന്നത്. കാരണം രണ്ടുപേരും വീഡിയോസ് ഇട്ടതും കാര്യങ്ങളൊക്കെ ഇന്നലെ ഞാൻ കണ്ടത്. പിന്നെ അതുപോലെ തന്നെ മറ്റേ കുറെ കമന്റ്സ് എനിക്ക് ഞാൻ വന്ന കമന്റ്സ് ഞാൻ ഡിലീറ്റ് ചെയ്തു. പിന്നെ എനിക്ക് വേറെ അതായത് മറ്റേ വേറെ വീഡിയോസിൽ തമ്പലൈനൊക്കെ നമ്മളെ അവരോട് ഒരുമിപ്പിച്ച് വെച്ചിട്ടുള്ള തമ്പലൈനെ കണ്ടു. നിങ്ങളെല്ലാവരും ആദ്യം കാര്യം മനസ്സിലാക്കണം. നമ്മൾ യൂട്യൂബിൽ വന്നിട്ട്, ഞാൻ ഇതിന് മുന്നേ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ യൂട്യൂബിൽ വന്നിട്ട് ഒരു 10 മിനിറ്റ് 20 മിനിറ്റ് നമ്മൾ വ്ളോഗ് ഇടും. ആ വ്ളോഗ് അല്ല നമ്മുടെ ലൈഫ്. നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ ഒരു ദിവസം 24 മണിക്കൂറിൽ ഒരു 10 മിനിറ്റ് നമ്മളൊരു വീഡിയോ ഇട്ടു, അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് വീഡിയോ ഇട്ടെന്ന് വിചാരിച്ചിട്ട് കാണുന്ന ആളുകളെല്ലാം മറ്റേ അടിപൊളിയാണ് അങ്ങനെയല്ല. കാരണം അവർക്കും ഇപ്പൊ ഈ ഒരു ഇതിന്റെ അടിയിൽ ഇപ്പൊ കമന്റ് ഇടുന്ന ആൾക്കാരാണെങ്കിലും നല്ല കമന്റ് ഇടുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളെ പോലെ തന്നെ ദേഷ്യം, വാശി, അതുപോലെ തന്നെ പക, അല്ലെങ്കിൽ ദാരിദ്ര്യം, പൈസയ്ക്ക് ബുദ്ധിമുട്ടുകൾ, അങ്ങനെ എല്ലാ പ്രശ്നങ്ങളുള്ള ആൾക്കാർ തന്നെയാണ് ഞങ്ങളെല്ലാവരും. ഇപ്പൊ ഞാനാണെന്നുണ്ടെങ്കിലും ഈ യൂട്യൂബേഴ്സ് എല്ലാവരും ആണെന്നെങ്കിലും ചില ആൾക്കാർക്ക് തെറ്റിദ്ധാരണ ഉണ്ട്. യൂട്യൂബിൽ വീഡിയോസ് ഇടുന്ന ആളുകൾക്കെല്ലാം കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് വരുമാനങ്ങളാണ് എന്നൊക്കെ അങ്ങനത്തെ തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ട്. ഇപ്പൊ ഇത് യൂട്യൂബായിട്ട് പ്രവർത്തിച്ച് മുന്നിലേക്ക് പോകുന്ന ആൾക്കാർക്ക് കറക്റ്റായിട്ട് അറിയും ലക്ഷങ്ങൾ കിട്ടാനില്ല. പക്ഷെ ചില ആൾക്കാർക്ക് 2 മില്യൺ 3 മില്യൺ സബ് ഉണ്ടായാൽ മതി, ലക്ഷങ്ങൾ വരുമാനമല്ലേ, അങ്ങനത്തെ ഒരു ചിന്തക്കുണ്ട്. അങ്ങനെയൊന്നുമില്ല. പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞില്ലേ, എല്ലാവർക്കും എല്ലാവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെ അവര് അത് ഇപ്പൊ ഞാൻ എന്റെ കൂടെ ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഞാൻ അത് വീഡിയോയിൽ ഓരോരുത്തർ കമന്റ്സ് കൂടുതലായിട്ട് ഇട്ടു, ഞാൻ ആ കമന്റ്സിന് വല്ല മറുപടി പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, അത് എനിക്കോ അല്ലെങ്കിൽ വേറെ ആർക്കാണെങ്കിലും അത് പബ്ലിക്കിന്റെ മുന്നിൽ വന്ന് പറയാൻ താല്പര്യമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ എന്തിനാ ആവശ്യമില്ലാണ്ട് മെസ്സേജ് അയച്ചിട്ടും ഞാൻ ആലോചിക്കുകയാണ് അവരെവിടെ കിടക്കണു, എനിക്ക് അവരായിട്ട് യാതൊരു കോൺടാക്ട് കാര്യങ്ങളൊന്നുമില്ല, എന്നിട്ട് പോലും കൂടി എന്തൊരു ഇൻട്രസ്റ്റ് ആണ് മെസ്സേജ് എന്താണ് അവർ കാര്യം, എന്താ അതാണ് ഇതാണ് എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഇന്നലെയാണ് അപ്പൊ അവർക്ക് കുറെ നെഗറ്റീവ് എന്നൊക്കെ വരുന്നുണ്ട്. അങ്ങനെ നെഗറ്റീവ് അടിക്കല്ലേ, അവർക്ക് അവരുടേതായിട്ടുള്ള വല്ല പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. എനിക്ക് ഇത് വീഡിയോ ചെയ്യാൻ അറിയോ, എനിക്ക് കുറെ കമന്റ്സ് വന്നു. അതുപോലെ തമ്പലൈന് കണ്ടു ഞാൻ. പിന്നെ ഞാൻ നമ്മളെ വീട്ടിൽ നല്ല കമന്റ്സ് കണ്ടു 2-3 കമന്റ്സ് കമന്റ്സിന് ലൈക്ക് കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ മറ്റേ ചാനല് അവർ മറ്റേ കണ്ണട അവൻ കൊച്ചു, എനിക്ക് സത്യം പറഞ്ഞാൽ ദൈവത്തിനാണ് മറ്റേ എനിക്ക് പേരറിയില്ല, അവരെ പ്രവീൺ പ്രണവ് എന്ന് അറിയുന്നതല്ലാണ്ട് എനിക്ക് അവരായിട്ട് കോൺടാക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ അവന്റെ ചാനൽ സെറ്റാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കമന്റ്സോ അതിന്റെ വീടിന്റെ അടിയിൽ കമന്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാനപ്പോൾ അതിന് റിപ്ലൈ കൊടുക്കാനൊന്നും ഞാൻ പോകണം, അപ്പൊ തന്നെ ഡിലീറ്റ് ആക്കണം. ഇപ്പൊ പൊന്നൂസ് പറഞ്ഞു കേട്ടോ വീഡിയോസ് വരുന്നുണ്ട് നമ്മളെ പോലെ വെച്ചിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, മറ്റേ ഞാൻ വീഡിയോ ചെയ്യുന്നതിന് മുന്നേ അവർക്കൊന്ന് മെസ്സേജ് അയച്ചാലോ വിചാരിച്ചു. പിന്നെ തോന്നി കണ്ട കുഴപ്പമില്ല, അതിന്റെ അഭിപ്രായം പറയാം. നിങ്ങൾക്ക് പറയണേ നമ്മളെ വെറുതെ വലിച്ചു അതിന്റെ കൂടെ പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ ആവശ്യത്തിലേറെ നെഗറ്റീവുകളായിട്ട് തലകേറ്റി നടക്കുന്ന ഒരാളാണ്. ഇപ്പൊ ഞാൻ ഇന്നലത്തെ വ്ളോഗിലടക്കം ഞാൻ പറയുന്നുണ്ട്, ഇന്നലത്തെ വീഡിയോയിലടക്കം ഞാൻ പറയുന്നുണ്ട്, എന്ത് ചെയ്താലും ഇപ്പൊ നമ്മുടെ കേരളത്തിൽ ഇഷ്ടം പോലെ ഫാമിലി വ്ളോഗേഴ്സ് ഉണ്ട്. പക്ഷെ ഇതിലൊന്നും ഇല്ലാത്തൊരു പ്രശ്നങ്ങൾ ഞങ്ങൾക്കുണ്ട്. കാരണം ഞങ്ങൾ എന്ത് ചെയ്താലും വണ്ടി എടുത്താൽ ഫോൺ എടുത്താൽ ടൂർ പോയാൽ നല്ല ഡ്രസ്സ് ഇട്ടാൽ മുടി എന്ന് പറയാ ഇവരെന്തെങ്കിലും കാട്ടിയാ, ഇപ്പൊ നാളെ അമ്മ ചുരിദാർ ഇട്ടേന് അതിനടിയിൽ കമന്റ്സ് തന്നെ ഈ തള്ള ചുരിദാർ ഇടൽ തുടങ്ങിയോ, എന്താ ഈ കോലം കിട്ടുന്നത്, അപ്പൊ അതെന്താണ് എനിക്കറിയത്തെ. ഇപ്പൊ അവരുടെ അവിടെ ചാനലിൽ പ്രശ്നം അത് ഞങ്ങളടുത്ത് വന്നിട്ട് പറയണു. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് ഒക്കെ അയച്ചു ചോദിക്കണു. അപ്പൊ ഞാൻ പറയാണ് അവർക്ക് അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടായിരിക്കും. പിന്നെ നിങ്ങൾ തന്നെ ആയിരിക്കും. കാരണം ഓരോ ദിവസം ഞങ്ങളിൽ അന്ന് വന്ന അതേപോലെ തന്നെ പൊന്നൂസ് എന്റെ കൂടെ കാണാതിരുന്നപ്പോൾ നിങ്ങൾ കുറെ പേര് എന്റെ ചോദിച്ചു, ഞാൻ മറുപടി പറഞ്ഞു സെയിം അതേപോലെ തന്നെ ആയിരിക്കാം. നമ്മുടെ ഫാമിലി വ്ളോഗേഴ്സ് ആണെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ലൈഫിൽ നടക്കുന്ന A to Z കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് നിങ്ങൾ നിർബന്ധം പിടിക്കുന്നതുകൊണ്ടാണ് അവർക്ക് ഇതും എന്ന് പറയേണ്ടി വന്നത്. അങ്ങനെ പ്രവീൺ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് കൊച്ചുവിന് അവിടെ അങ്ങനെ റിയാക്ഷൻ വീഡിയോ ഇടേണ്ടി വന്നത്. അതേ
തുടർന്നാണ് ഇപ്പൊ പ്രവീൺ പിന്നെ അങ്ങനത്തെ ഒരു ലൈഫിലെ കൂടുതൽ കാര്യങ്ങൾ ഇപ്പൊ പ്രവീണിന് പുറത്തേക്ക് കൊണ്ടുവരേണ്ടി വന്നത്. അപ്പൊ പിന്നെ ഞാൻ അത് കാരണം നിങ്ങളും കൂടിയാണ്. ഞാൻ തുടക്കത്തിൽ മല്ലു ഫാമിലി. അപ്പൊ ഇവരുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വൻ കോമഡി ആട്ടെ. കാര്യം അവിടെ അത്രയും വലിയ വിഷയങ്ങളൊക്കെ നടന്നിട്ടിരിക്കണേണ് അവിടെ പ്രവീൺ പ്രണവ് എന്ന് പറഞ്ഞ കുടുംബത്തിനകത്ത്. അപ്പൊ അവരുടെ കാര്യം അവിടെ നിൽക്കട്ടെ. പക്ഷെ ഈ മല്ലു ഫാമിലി ഇതിന്റെ ഇടയിലേക്ക് എന്തിനാണാവോ കയറാൻ പറ്റത്? അല്ലെ ഒരു വിവാദം നടക്കുമ്പോഴത്തേക്ക് ഇവരാണെങ്കിൽ പിന്നെ വിവാദ താരങ്ങളാണല്ലോ മല്ലു ഫാമിലി എന്ന് പറഞ്ഞാൽ. അതായത് ആർട്ടിഫിഷ്യൽ വിവാദങ്ങൾ എങ്ങനെ ഉണ്ടാക്കാന്നൊക്കെ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ടീമാണ് നമ്മുടെ മല്ലു ഫാമിലി എന്ന് പറഞ്ഞാൽ. അത് ഇവരെ ഹിസ്റ്ററിയൊക്കെ നിങ്ങൾ നോക്കണമെങ്കിൽ മനസ്സിലാവും. കാര്യം ഇതിന് മുന്നേ ഉള്ള വിഷയങ്ങളൊക്കെ നമുക്ക് ഇവരെ ഇത്തിരിയെങ്കിലും കണ്ടേക്കണവർക്കൊക്കെ അറിയായിരിക്കും. കാര്യം ഭാര്യ പിണങ്ങി പോയി, അപ്പോൾ ഞങ്ങളിപ്പോൾ ഡിവോഴ്സ് ആവാൻ പോകുന്നു, ഭാര്യയ്ക്ക് അവിഹിതമുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിലുള്ള കാര്യങ്ങൾ ഇവരെങ്ങനെ എടുത്തിടും. അപ്പൊ അത് വഴിയായിട്ട് അങ്ങനെ റീച്ച് കിട്ടി അങ്ങനെ പോകാന്നുള്ള ടീമാണ് ഇവരെന്ന് പറഞ്ഞാൽ. അപ്പൊ ഇവരിപ്പോ ഇവിടെ ഒരു പ്രവീൺ പ്രണവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള വിഷയമാണ് അവിടെ നടക്കുന്നത്. അത് അവിടെ നിൽക്കട്ടെ. അപ്പൊ ആ ഒരു വിഷയത്തിനകത്ത് ഇവര് അതിനൊരുമാതിരി കോമഡി ആക്കുന്ന രീതിക്കാണ് അവർ ഈ ഒരു വീഡിയോനകത്ത് കാണിച്ചത്. അതേപോലെ പിന്നെ പാടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു പരിപാടിയും, അതേപോലെ തന്നെ ഞങ്ങളാണ് മാസ്റ്റർ മൈൻഡ് എന്നൊക്കെ ഉള്ള ഇത് എല്ലാത്തിനും ക്രെഡിറ്റ് ഇവിടെ വേണം. അതായത് അവിടെ എന്ത് വിഷയം എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് ഇവിടെ വേണം എന്നുള്ളൊരു ലൈൻ. അതായത് ഇവർക്ക് അവരെ അറിയുകയും കൂടി ഇല്ല, പക്ഷെ എന്നാലും ഞങ്ങളെ കണ്ടിട്ടാണ് അവർ ഇൻസ്പയർ ആയിട്ട് ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ള ഒരു ക്രെഡിറ്റ് വേണം. അപ്പൊ ആ ഒരു ക്രെഡിറ്റ് ഒന്നും മറ്റേ പ്രവീൺ പ്രണവ് ഒരു ഇത് കിട്ടണമെങ്കിൽ നിങ്ങളൊരു ഗ്യാപ്പ് കിട്ടണമെങ്കിൽ ഒന്ന് കൊടുത്തേക്കും. ഞങ്ങൾ മല്ലു ഫാമിലിനെ കണ്ടിട്ടാണ് ഇതൊക്കെ പഠിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു സന്തോഷവും അവർക്ക് അതിൽ നിന്ന് കുറച്ചും കൂടെ റീച്ച് കിട്ടും. കാര്യം അവിടെ അത്രയും വലിയ ചാനല്, അപ്പൊ റീച്ച് എന്നാലും കുറെ ഇങ്ങോട്ട് കിട്ടുമല്ലോ. അപ്പൊ അത് പാവങ്ങളാ. അപ്പൊ റീച്ചിന് വേണ്ടിയിട്ടാണ് ഈ കിടന്ന് വന്നിട്ട് ഇതൊക്കെ കാണിക്കുന്നത്. അതിപ്പോ ഞാൻ പറയുന്നത് എല്ലാവരും റീച്ചിന് വേണ്ടിയിട്ട് തന്നെ ഞാനും റീച്ചിന് വേണ്ടിയിട്ടാണ്. പക്ഷെ ഈ ഒരു നന്മയുടെ നിറകുടമായിട്ടുള്ള റീച്ച് അത് കാണുമ്പോഴാണ് ഈ നമ്മുടെ പൊന്നൂന്റെയും അതേപോലെ തന്നെ ജിന്നുവിന്റെയോ ഇങ്ങനെ പേരും ആരും വരുന്നില്ല. അപ്പൊ എന്തായാലും ഇതിങ്ങനെ രണ്ടും കൂടെ വന്നിട്ട് ഇപ്പൊ നല്ല രീതിക്ക് വ്യൂസ് വരുന്നുണ്ട്. അപ്പൊ എനിക്ക് അതൊക്കെ കണ്ടിട്ട് നല്ല കോമഡി ആയിട്ടാണ് ഇവരെ വീഡിയോ കണ്ടപ്പോഴത്തേക്കും തോന്നിയത്. പിന്നെ ഒരു പറഞ്ഞൊക്കെ തരാൻ പോകുന്നുണ്ട്. അതായത് ഞങ്ങളുടെ ലൈഫ് എന്ന് പറഞ്ഞ് ഇതല്ല ഞങ്ങളുടെ ലൈഫ്, ഇതെന്ന് പറഞ്ഞാൽ റിയൽ ലൈഫാണ്, ഞങ്ങളുടെ റിയാലിറ്റി വേറെയാണെന്നൊക്കെ വന്നിട്ട് പറഞ്ഞു തരാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. എന്തോ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള എന്തോ ഒരു കാര്യം പറഞ്ഞ പോലെയാണ് പറയുന്നത്. നമുക്കൊന്നും അറിഞ്ഞൂടല്ലോ, അത് അവർ പറഞ്ഞു തന്നിട്ട് വേണം അറിയാൻ. അപ്പൊ എനിക്ക് അത്രയാണ് ഇതിനകത്ത് പറയാനുള്ളത്. അപ്പൊ എന്താണ് ഇതിനകത്ത് പറയാനുള്ളതെന്ന്, അപ്പൊ എന്താണിത് കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നണേ എന്നുള്ളത് ഈ വീഡിയോയുടെ നേരെ കമന്റ് ആയിട്ട്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട മാത്രം അല്ല എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പൊ എല്ലാവർക്കും കാര്യം നമ്മൾ 6K അടിക്കാൻ പോകുന്നത് സബ്സ്ക്രൈബ് ചെയ്യുന്നു. അപ്പൊ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ.